ഹായ്, ശരത്താണ്. ശാന്തി ഗോൾഡിന്റെ അതായത് B2B ബിസിനസ്സിലുള്ള ശാന്തി ഗോൾഡിന്റെ Q3 റിസൾട്ടും അതേപോലെ തന്നെ മാനേജ്മെന്റ് കമ്മിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റിസൾട്ട് നോക്കിയാൽ 110% റവന്യൂ ഗ്രോത്തും അതേപോലെ 128% പ്രോഫിറ്റ് ഗ്രോത്തും വന്നിട്ടുണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാനേജ്മെന്റ് ഗൈഡൻസ് പറഞ്ഞിരിക്കുന്ന ഏകദേശം 2000 കോടിയുടെ ടോപ്പ് ലൈൻ ആണ്. അതായത് റവന്യൂ ഗ്രോത്ത് 2000 കോടി ഫിനാൻഷ്യൽ ഇയർ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗൈഡൻസും കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് തന്നിട്ടുണ്ട്. നമുക്കതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏകദേശം 60 തൊട്ട് 70% വോളിയം ഗ്രോത്ത് വരും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടോപ്പ് ലൈനിൽ ഏകദേശം 60 to 70% ഗ്രോത്തും അതേപോലെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഏകദേശം 8 to 10% ഇടയ്ക്കും അതേപോലെ പാറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഏകദേശം 4% പാറ്റ് മാർജിൻ ആയിട്ട് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഫിഗേഴ്സ് കേൾക്കുമ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ ഏകദേശം 70% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഫിനാൻഷ്യൽ ഇയറിലൊക്കെ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന ഏകദേശം 60-70% നമുക്ക് കുറച്ചുകൂടെ നല്ല ബെറ്റായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷെ അങ്ങനെയല്ല മൊത്തത്തിൽ മാനേജ്മെന്റ് കമ്മിറ്റി കേട്ടപ്പോൾ തോന്നിയത്. കാരണം മാനേജ്മെന്റ് പറയുന്നത് പാറ്റ് മാർജിന്റെ ഗൈഡൻസ് ഏകദേശം 4% ആണ്. ഇപ്പോൾ ഉള്ള പാറ്റ് മാർജിൻ നോക്കിയാൽ ഏകദേശം 8% അടുത്താണ് പാറ്റ് മാർജിൻ ഉള്ളത്. അതായത് ഈ ഒരു 9 മന്തിൽ നോക്കിയാൽ നോക്കുമ്പോൾ പാറ്റ് മാർജിൻ വളരെ കൂടുതലാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ GML അധികം യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അതായത് ഗോൾഡ് മെറ്റൽ ലോൺ അധികം യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അത് ഹെഡ്ജ് ചെയ്യുന്നില്ലായിരുന്നല്ലോ ഇവരുടെ ഗോൾഡിനെ അധികമായിട്ട്. വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ മജോറിറ്റി ആയിട്ടുള്ള അവരുടെ ഗോൾഡും അവർ ഹെഡ്ജ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഗോൾഡ് മെറ്റൽ ലോണാണ് അവർ കൂടുതലായിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പാറ്റ് മാർജിൻ നല്ല രീതിയിൽ കുറയും. അതുപോലെ തന്നെ ഇവരുടെ പ്രൊഡക്റ്റ് മിക്സിലും ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് കുറച്ച് മാർജിൻ പ്രൊഡക്റ്റ് വോളിയം കൂട്ടാനായിട്ട് കുറച്ച് മാർജിൻ കുറഞ്ഞ പ്രൊഡക്റ്റുകളാണ് സെല് ചെയ്യാനായിട്ട് അതിലേക്ക് ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സ്പോർട്ട് അവർ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള 2% എക്സ്പോർട്ട് 10% ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ 2% എക്സ്പോർട്ട് 10% ആവുമെന്ന് പറയുമ്പോൾ നമുക്കൊന്നും മാർജിൻ നല്ല രീതിയിൽ കൂടുമെന്ന് തോന്നും. അതേപോലെ തന്നെ ഈ പറഞ്ഞ 70-80% ഗ്രോത്ത് ഗൈഡൻസ് പറയുമ്പോൾ നമുക്ക് നല്ല ഫിഗേഴ്സ് ആയിട്ട് തോന്നും. പക്ഷേ ഓവറോൾ ഇവരുടെ പാറ്റ് മാർജിൻ 4% ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അടുത്ത വർഷം ഏകദേശം 60-70% അവർ റവന്യൂ ഗ്രോത്ത് വന്നാലും അതായത് ഇപ്പോൾ ഉള്ള അതായത് ഈ ഫിനാൻഷ്യൽ ഇയർ തീരുമ്പോൾ 2000 കോടി റവന്യൂ എത്തുമെങ്കിൽ അതിന് മുകളിൽ ഏകദേശം ഒരു 60-70% എന്ന് പറഞ്ഞാൽ ഏകദേശം 3200 to 3400 കോടി ടോപ്പ് ലൈൻ എത്തും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതിന്റെ ഒരു 4% എടുത്താൽ അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റിന് അത്രയും തന്നെ അവർക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ടോപ്പ് ലൈനിൽ 60-70% ഗ്രോത്ത് വന്നാലും കമ്പനിയുടെ പാറ്റിൽ ഈ പറഞ്ഞ ഗ്രോത്ത് വരുന്നില്ല, ഏണിംഗ്സിൽ ആ ഗ്രോത്ത് വരുന്നില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോഴത്തേനും അവരുടെ ഫോർവേഡ് പി ഇപ്പോൾ ഉള്ള പിയുടെ അടുത്ത് തന്നെയാണ് വരാൻ സാധ്യത കൂടുതൽ. ഇപ്പോഴത്തെ പി നോക്കിയാൽ അറൗണ്ട് ഒരു 12 അടുത്താണുള്ളത്. അത് നോക്കുമ്പോൾ നമുക്ക് ലോ പിയിലാണെന്ന് തോന്നിയേക്കാം. അതിന്റെ കൂടെ 60% ഗ്രോത്ത് ഉണ്ട്. അപ്പം നമുക്ക് അത് നോക്കിയിട്ട് നമ്മൾ ചാടിക്കറി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാനേജ്മെന്റ് ഗൈഡൻസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നതല്ലാണ്. ഈ വർഷത്തെ പ്രോഫിറ്റ് തന്നെയാണ് അടുത്ത വർഷത്തേക്കും ഏകദേശം അതിനടുത്ത് തന്നെയാണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 60% 70% ഗ്രോത്ത് ഈ പറഞ്ഞ പോലെ ഏണിംഗ്സിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോർവേഡ് പി കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഉള്ള പി കറന്റ് പിയുടെ അടുത്ത് തന്നെയാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിലൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതേ ഫീൽഡിൽ തന്നെയുള്ള B2Bയിലുള്ള സ്കൈ ഗോൾഡിന്റെ റിസൾട്ടും ഓൺ ഗോൾഡും എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവർ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം മൊത്തത്തിൽ. പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു സൈസിൽ സ്കൈ ഗോൾഡ് ഉണ്ടായിരുന്ന സമയത്ത് ഏകദേശം 100% മുകളിലേക്കാണ് അവർ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 4% പാറ്റ് മാർജിൻ ഇപ്പോൾ സ്കൈ ഗോൾഡിന് നോക്കിയാൽ ഏകദേശം അത് തന്നെയാണുള്ളത്. പക്ഷേ ഇവർ ഹൈ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് അതായത് 100% മുകളിൽ ഗ്രോത്ത് വരുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 4% പാറ്റ് മാർജിനിൽ തന്നെ നല്ല രീതിയിൽ പാറ്റ് ഗ്രോത്തും വന്നേനെ. പക്ഷേ ഇതിപ്പോൾ അത്രയും രീതിയിൽ വോളിയം ഗ്രോത്ത് വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഇവരുടെ പാറ്റിൽ വലിയ ഇൻക്രീസ് വരാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ 70-80% മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് നല്ലൊരു ബെറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് സ്കൈ ഗോൾഡൻ റിസൾട്ട് സംസാരിക്കുന്ന സമയത്ത് ഇതിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.